ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. ഇറ്റ്സ് മീ യദു സാർ. നിങ്ങളുടെ സ്വന്തം യദു സാറാണ്. യദു എ ബി എന്നാണ് സാറിന്റെ പേര്. നിങ്ങൾക്ക് യദു സാറിനോ എ ബി സാറിനോ എന്ത് വേണമെങ്കിലും വിളിക്കാം. സോ നിങ്ങളെ USSന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സോ അതിന്റെ കൂടെ നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റർ കണ്ടന്റ് വീഡിയോ ആയിട്ട് വന്നിട്ടിരിക്കുന്നത്. നമ്മുടെ ലൈവിലും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും. സോ ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നാഷണൽ പാർക്സ് ഇൻ ഇന്ത്യ. ഒരു 10 എണ്ണത്തിന്റെ പേരും അതിന്റെ സ്ഥലവും പഠിച്ചാൽ മതി നിങ്ങൾ. ഫസ്റ്റ് കോർബറ്റ് നാഷണൽ പാർക്ക്. കോർബറ്റ് നാഷണൽ പാർക്ക് ജിം കോർബറ്റിന്റെ പേരിലുള്ളതാണ്. ഉത്തരാഖണ്ഡിലാണ്. ഇതൊരു ടൈഗർ റിസർവും കൂടിയാണെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന ദേശീയോദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്ക് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോർബറ്റ് നാഷണൽ പാർക്കാണെന്ന് പറയാൻ പറ്റണം. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 946 ഇത് നിലവിൽ വന്നത്. രണ്ടാമത്തത് തഡോബ ദേശീയോദ്യാനം അല്ലെങ്കിൽ തഡോബ നാഷണൽ പാർക്ക് മഹാരാഷ്ട്രയിലാണ്. 1955 ഇത് നിലവിൽ വരുന്നത് അല്ലേ. എൻ്റെ ഗേറ്റിന്റെ പടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത് കാസിരംഗ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ കാസിരംഗ ദേശീയോദ്യാനം. ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗം എന്ന് കേട്ടിട്ടുണ്ടോ? 1 ഹോൺഡ് റൈനോ. ഇതിനെ കാണാം നിങ്ങൾക്ക് കാസിരംഗയിൽ പോയാൽ കേട്ടോ. 974 നിലവിൽ വന്നത്. ആസാമിലാണ്. ആസാം വടക്കുകിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള ആസാമിലാണ് ഇതുള്ളത്. നാലാമത്തത് ബന്ദിപ്പൂർ ദേശീയോദ്യാനം അല്ലെങ്കിൽ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. നിങ്ങൾ ബാംഗ്ലൂരേക്ക് വയനാട് വഴി പോകുമ്പം ഈ ബന്ദിപ്പൂർ വഴിയാണ് പോവുക. ഓക്കെ, കർണാടകയിലാണ് ഇതുള്ളത്. 974 വന്നതെന്ന് പഠിക്കുക. അത്രയും പഠിച്ചാൽ മതി. പിന്നെ ബന്നാർഘട്ട ദേശീയോദ്യാനം. ഇത് ബാംഗ്ലൂർ നഗരത്തിന് അടുത്തുള്ള ഒരു ദേശീയോദ്യാനമാണ്. കർണാടകയിലാണല്ലോ. അപ്പം 974 തന്നെയാണ് ഇതും നിലവിൽ വന്നതെന്നുള്ള കാര്യം കൂടെ പഠിക്കുക. പിന്നെ ഗിർ, നമ്മുടെ ഗുജറാത്തിലെ ഗിർ വനമൊക്കെ കേട്ടിട്ടില്ലേ? യെസ്, ഗിർ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഗിർ ദേശീയോദ്യാനം 975 ഗുജറാത്തിൽ നിലവിൽ വന്നു പഠിക്കുക. ഓക്കെ, പിന്നെ അടുത്തത് ഏഴാമത്തെ നമ്മളെ കേരളത്തിലെ സ്വന്തം അല്ലെ, നമുക്ക് വരയാടിനൊക്കെ കാണാം അല്ലെ. ഈ നീലക്കുറിഞ്ഞി പൂക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾ മൂന്നാറിലൊക്കെ പോകാറില്ലേ? അപ്പൊ അതിനടുത്തുള്ള ഒരു ദേശീയോദ്യാനമാണ് ഈ ഇരവികുളം ദേശീയോദ്യാനം അല്ലെങ്കിൽ ഇരവികുളം നാഷണൽ പാർക്ക്. വരയാടിനെ കാണാൻ പറ്റും കേട്ടോ. നീലക്കുറിഞ്ഞിയും വരയാടിനും ഒക്കെ കാണാൻ പറ്റും. 978 ഇടുക്കി ജില്ലയിൽ ഈ ഒരു ദേശീയോദ്യാനം വന്നത് കേട്ടോ. ഇടുക്കി ജില്ലയിലാണ് ഇത് ഉള്ളതെന്ന് പഠിക്കുക. എട്ടാമത്തത് സിംലിപാൽ ദേശീയോദ്യാനം അല്ലെങ്കിൽ സിംലിപാൽ നാഷണൽ പാർക്ക് ഒറീസ അല്ലെങ്കിൽ ഒഡീഷയിലാണ്. 1980 ഇത് നിലവിൽ വന്നതെന്നുള്ള കാര്യം കൂടെ പഠിക്കുക. ഒഡീഷയിലാണ് സിംലിപാൽ. ഇനി അടുത്തത് 9ാമത്തത് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. ഇത് ഉത്തരാഖണ്ഡിലാണ്. 1982 ഇത് നിലവിൽ വന്നത്. ഏകദേശം എത്ര വർഷമായപ്പോൾ? 42 വർഷമായില്ലേ വന്നിട്ട് അല്ലേ? യെസ്, ഓക്കെ. ഇനി സൈലന്റ് വാലി, നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലുള്ള സൈലന്റ് വാലി ദേശീയോദ്യാനം 1984 നിലവിൽ വന്നത് അല്ലേ. ഈ സിംഹവാലൻ കുരങ്ങിനൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് അവിടെ. അതായത് ലയൺ ടെയിൽഡ് മക്കാക്കു എന്നൊക്കെയാണ് അതിന്റെ പേര് പറയാ. സിംഹവാലൻ കുരങ്ങ് നമ്മൾ മലയാളത്തിൽ പറയും. 984 സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് എന്താ പറയാ നിലവിൽ വരുന്നത്. സോ ഈ 10 നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയോദ്യാനത്തിന്റെ പേര് പഠിക്കുക. അത് വന്ന വർഷം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയൂല. അതിന്റെ സ്ഥലവും നിങ്ങൾ പഠിച്ചിരിക്കുക. ഏത് സംസ്ഥാനത്താണ് എവിടെയാണെന്നുള്ള കാര്യം കൂടെ പഠിക്കുക. ഇതുപോലെയുള്ള അടിപൊളി കണ്ടന്റ് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ സ്വന്തം യദു സാർ USSന്റെ ചാനലിൽ ഏകണ്ട ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും നമുക്ക് എന്താ പറയുക വെയിറ്റ് ചെയ്തിരിക്കുക, ആകാംക്ഷ ഭരിതരായിട്ടിരിക്കുക. എല്ലാവരും നമുക്ക് കാണാം. ബൈ.